നമ്മൾ അലഭ്യ ലഭ്യശ്രീ എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. നമുക്ക് സംഭവം നമ്മുടെ കയ്യിലുണ്ട്, അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും, എഴുതി ആദ്യത്തെ 2-3 പേജ് വായിക്കുമ്പോൾ സന്തോഷവും രാജയോഗം ഉണ്ടെന്ന്. ഒരു 4 പേജ് കൂടി വായിച്ചു കഴിയുമ്പോൾ പറയും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2ാമത്തെ ഗഡുവിന്റെ സ്ഥിതി. പണം കൊടുത്തിട്ട് പിറ്റേ ആഴ്ച ട്രഷറി ബാൻ. ആദ്യം 5 ലക്ഷം മാറ്റാൻ പറ്റില്ല, 5 ലക്ഷത്തിന് മീതെ മാറ്റാൻ പറ്റില്ല. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിന് മീതെയുള്ള ബില്ല് മാറാൻ പറ്റില്ല. സാറേ, പഞ്ചായത്തിൽ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. 2ാമത്തെ പുല്ല് വെട്ടിയ ഏറ്റവും ചെറിയ പണിയാ. പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കാൻ പറ്റില്ല. ഇനി 3ാമത്തെ ഗഡു എന്ന് പറയുക ഗംഭീര. മാർച്ച് 23-ാം തീയതി 3ാമത്തെ ഗഡു കൊടുക്കുക. അപ്പോഴേക്കും മാർച്ച് 22-ാം തീയതി അതിന്റെ തലേ ദിവസം എല്ലാ ട്രഷറിയും പൂട്ടി. ട്രഷറി പൂട്ടിയതിന്റെ പിറ്റേ ദിവസം, സാധാരണ പണ്ടൊക്കെ മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രിയും പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ ട്രഷറി വർക്ക് ചെയ്യും. ഈ സർക്കാരിന്റെ ഗുണം കൊണ്ട് ഒരാഴ്ച 8 ദിവസം മുമ്പ് മാർച്ച് 22-ാം തീയതി കേരളത്തിലെ ഒട്ടുമിക്ക ട്രഷറിയും പൂട്ടി. എന്നിട്ട് ഇവര് 23-ാം തീയതി 3ാമത്തെ ഗഡു കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കിയിരിക്കുകയാണ് ആ പേപ്പർ. പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും കൂടി പേപ്പർ പൈസ കിട്ടി, പക്ഷെ ട്രഷറി പൂട്ടി. എന്താ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പരിഹസിച്ചത്? നിങ്ങൾ ആരെയാണ് ഇത് പരിഹസിച്ചത്? എന്നിട്ട് പറയാണ് 80% ചെലവാക്കണം. എവിടെ 80% ചെലവാക്കാൻ പറ്റും? ആദ്യത്തെ ഗഡു അങ്ങനെ പോയി, കുഴപ്പമില്ല. 2ാമത്തെ ഗഡു വന്നപ്പോ മറ്റേ പ്രശ്നം, അലഭ്യ ലഭ്യശ്രീ. 3ാമത്തെ ഗഡു ട്രഷറി പൂട്ടി. എന്നിട്ട് 80% ചെലവാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല, നഷ്ടപ്പെടും. അപ്പൊ നഷ്ടപ്പെട്ടല്ലോ. 20% ക്യാരി ഓവർ 2021-22 തൊട്ട് ക്യാരി ഓവർ കൊടുത്തിട്ടുണ്ടോ? ക്യാരി ഓവർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്യാരി ഓവർ ചെയ്ത് പറയാൻ പോണെന്താ, ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കണം. അപ്പൊ ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഈ വർഷത്തെ പദ്ധതി വാർഷിക പദ്ധതി ഉണ്ടാക്കുക, അതിന് തയ്യാറെടുപ്പ് നടത്തുക, ഇതെല്ലാം ചെയ്ത് ആ പ്ലാൻ ഡോക്യുമെന്റുമ്പോൾ നോക്കിയിരിക്കേണ്ട ഗതികേടിലാണ് പഞ്ചായത്തുകൾ. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ഗതികേടിലാണ്.